ഓഗസ്റ്റ് 14 വേൾഡ് വിന്നർ റിലീസാകാൻ പോകുന്ന നമ്മുടെ സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. വെങ്കി അത്ലൂരിയാണ് ഈ പടം സംവിധാനം ചെയ്തത്. ജി.വി. പ്രകാശാണ് മ്യൂസിക്. ഇതൊരു ഇമോഷണൽ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനറാണ്. മൊത്തത്തിൽ ഒരു പാക്കേജ് പടമാണ്. അത്യാവശ്യം വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിട്ടുണ്ട്. അത്യാവശ്യം നല്ല എന്റർടൈനിങ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. റോംകോം ഫാമിലി എന്റർടൈനറിനൊപ്പം ഇതൊരു ആക്ഷൻ സിനിമ കൂടിയാണ്. ഈ ട്രെയിലറിനോട് തന്നെ ഈ പടത്തിന്റെ ഏകദേശം സ്റ്റോറിയും പറഞ്ഞു പോകുന്നുണ്ട്. സഞ്ജയ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഈ പടത്തിൽ നമ്മുടെ സ്റ്റോറി വരുന്നത്. പുള്ളിയൊരു ഒളിമ്പിക് ഷൂട്ടറാണ്. അത് പുള്ളിക്ക് ഈ സിനിമയിൽ ഒരു മകനൊക്കെ ഉണ്ട്, ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതായത് അസ്ഥി മജ്ജ മാറ്റി വെക്കണം. അങ്ങനെ ആ കുട്ടിയുടെ ഡോണറായിട്ടുള്ള മമ്മൂട്ടിയുടെ ക്യാരക്ടറുമായി സഞ്ജയ് വിശ്വനാഥ് പ്രണയത്തിലാവുന്നതാണ് ഈ സിനിമയുടെ ഒരു ഓൺലൈൻ. ഇനി ഇത് എങ്ങനെയാണ് ഡയറക്ടർക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാനുണ്ടായി അറിയും. നോക്കാം. ബത്ലഹേം കുടുംബ യൂണിറ്റ് ഈ ഓൾപ്രീസ് എത്താൻ പോകുന്ന നിഖിൽ പോളി സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. മൊത്തത്തിൽ ഇതൊരു റോം കോം പരിപാടിയാണ്. ഓണത്തിന് തൊട്ടപ്പുറത്ത് ഖലീഫയും ആപ്പ് ഗെയിമും ഒക്കെ ഉണ്ടെങ്കിലും ഓണമാണ് നിഖിൽ പോളി പടമാണ് പുള്ളിയുടെ ഏരിയ. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പ്. ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ ട്രെയിലർ ഞായറാഴ്ച വരും. ഖലീഫ പൃഥ്വിരാജ് നായകനാക്കി വൈശാഖ് ഇറക്കുന്ന സിനിമയാണ് ഖലീഫ. ഈ ഓണത്തിന് വരുന്നതിൽ ഏറ്റവും വലിയ സിനിമയാണ്. ആക്ഷൻ പടമാണ്, ലാലേട്ടനുണ്ട്. പിന്നെ ലിസ്റ്റിലില്ലാത്ത മറ്റൊരു സർപ്രൈസ് ക്യാമറ കൂടി ഈ സിനിമയിൽ ഉണ്ടായി. അതിനിപ്പോ ഖലീഫ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഖലീഫ സിനിമ ട്രെയിലർ അടുത്ത ആഴ്ച പുറത്തുവിടും. വിത്ത് ലാലേട്ടൻ അപ്പിയറൻസ്. തമിഴ് സിനിമയിൽ പെട്ടെന്ന് റോൾ ഉണ്ടാക്കിയിട്ട് മുങ്ങിയൊരു ഡയറക്ടറാണ് നമ്മുടെ ലോകേഷ് കനകരാജ്. തമിഴ് സിനിമ ഇപ്പോഴും 1000 കോടിയിലെത്താൻ പാടി വരുമ്പോഴും അതൊക്കെ സിമ്പിളായിട്ട് തൂക്കാനുള്ള ഐറ്റങ്ങളിൽ കയ്യിലുണ്ടായിട്ട് പുള്ളി കയ്യിൽ വെച്ചിരുന്നത് പവനുകളായാണ്. സത്യം പറഞ്ഞ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും കിടിലനായിട്ടുള്ള സിനിമാറ്റിക് യൂണിവേഴ്സും വേറെ ഇല്ല. മൾട്ടിസ്റ്റർ ഹീറോസും വില്ലനും. തമിഴ് സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ ടൈമിൽ ഹൈപ്പിന്റെ പീക്ക് കണ്ടൊരു കാഴ്ച ഉണ്ടായിരുന്നു. ലിയോ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പൊ കൈതി വിക്രം ഗോൾഡ് ഗേൾ പടങ്ങളാണെങ്കിലും ലിയോന് യൂണിവേഴ്സ് ഡൗൺ ആയെന്ന് പറയുമ്പോഴും അവർക്ക് കുറച്ചൊക്കെ പാർട്ടിന് മാത്രമാണ്. കോളർക്ക് ഈ ഫാൻ ഫൈഡ് രീതിയിൽ അടിച്ചിരുന്ന ഹേറ്റിങ്ങാ. ഈ വിക്രം കൈതി ലെവലിൽ ഹൈ എന്നെത്തിയിട്ട് ഒരു പരിധി വരെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ വേൾഡ് ബിൽഡിംഗ് നടന്ന പടം നീയാണ്. സെക്കൻഡ് ഹാഫിൽ കുറേയൊക്കെ പാളിപ്പോയെങ്കിലും ഫ്യൂച്ചറിൽ ഈ സിനിമ എൽസിൽ ഒരു വൻ ഹൈ കൊടുക്കും, അതിനെ വിജയില്ലെങ്കിൽ. അങ്ങനെ മൊത്തത്തിൽ ഇത്രയും ഫാൻ ബേസ് സപ്പോർട്ടും ഇത്രയും കിടിലും പരിപാടിയും കഴിഞ്ഞപ്പോൾ ലോകേഷ് ഏറ്റവും വലിയ മണ്ടത്തിലാണ് കൂലി. അതിനുശേഷം കൈതിട്ട് തുടങ്ങിയ സമയത്ത് അത് മാറ്റി വെച്ച് കമൽഹാസൻ സൂപ്പർ സ്റ്റാർ പടം പിടിക്കാൻ പോയത്. അവിടെയാണ് എൽസി ശരിക്കും ഡൗൺ ആയതും മൊത്തത്തിൽ പരിപാടികളും ലൈനപ്പുകളും ആടമണ്ണം തെറ്റിയതും. ഈ പോലെ അന്നേ കൂലിയായിട്ട് കൈതിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ റോളക്സിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. അതായത് മൊത്തത്തിൽ ആടമണ്ണം കൈതുപോയി. ഇപ്പൊ കൈതിട്ട് ഒന്നും കാർത്തിക്ക് അറിയത്തില്ല, റോളക്സിന് നടക്കുമെന്ന് സൂര്യക്കും അറിയത്തില്ല. സൂര്യ തന്നെ ഇപ്പൊ കൺഫേം ചെയ്ത കാര്യമാണ്. സൂര്യ ഇപ്പോ റോളക്സിനെ പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ മുതൽ ലോകേഷ് കനകരാജിനെ പൊങ്കാലയാണ്. പക്ഷേ ഇപ്പൊ പുള്ളി എത്രയൊക്കെ ഓവറിലാക്കാൻ നോക്കിയാലും തമിഴ് സിനിമയിൽ ലോകേഷിനെ പോലെ കമേഴ്ഷ്യൽ സിനിമ എടുക്കാൻ മറ്റാരുമില്ല. ഒരുപാടും പാളിപ്പോയെന്ന് പറഞ്ഞ് ഞാനൊരു മോശം ആക്ടറൊന്നും അല്ല. എൽസി മൊത്തത്തിൽ ഇപ്പൊ ഡൗൺ ആണ്. പക്ഷേ ലോകേഷ് വീണ്ടും എൽസിനെ പൊക്കിക്കൊണ്ട് വരാൻ പോകുകയാണെന്നാണ് ഇപ്പോ അപ്ഡേറ്റ് വരുന്നത്. ലോകേഷ് കനകരാജ് അടുത്ത സംവിധാനം ചെയ്യാൻ പോകുന്നത് അല്ലു അർജുന്റെ AA23 ആണ്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് അല്ലു അർജുൻ എൽസിയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കൈതി, വിക്രം, ലിയോ, ബെൻസ്. ഈ സിനിമയ്ക്ക് ശേഷം എൽസിയുടെ ഭാഗമായി വരാൻ പോകുന്ന സിനിമ AA23 ആയിരിക്കും എന്നാണ് അപ്ഡേറ്റ് വരുന്നത്.